ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഗ്രാഫ് ട്രാവേഴ്സൽ ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. BFS ആൻഡ് DFS വിത്ത് ഇറ്റ്സ് കോഡ്സ്. ഈ വീഡിയോയിൽ BFS നോക്കാം, അടുത്ത വീഡിയോയിൽ DFS ഷെയർ ചെയ്യാം. ഓക്കെ, BFS ആൻഡ് DFS രണ്ടും ഗ്രാഫ് ട്രാവേഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ട്രാവേഴ്സിങ് മീൻസ് വിസിറ്റിംഗ് ഈച്ച് ആൻഡ് എവറി നോഡ് ഇൻ ദി ഗ്രാഫ്. ഇപ്പോൾ DFSൻ്റെ ഫുൾ ഫോം ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ് ആൻഡ് BFSൻ്റെ ഫുൾ ഫോം ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് ആൻഡ് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ട്രീ വെച്ചിട്ട് കാണിക്കാം, എന്നിട്ട് അതിനെ ഗ്രാഫിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയാം. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ നമ്മൾ ആദ്യം ഒരു റൂട്ട് നോഡ് എടുക്കും, എന്നിട്ട് അതിൻ്റെ എൻഡ് വരെയുള്ള വേർട്ടീസസ് എല്ലാം വിസിറ്റ് ചെയ്യും. ഓക്കെ, ഇതൊരു ട്രീ ആണ് ആദ്യം എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ ഈ ട്രീയിൽ ഇതാണ് റൂട്ട് നോഡ്, എ ആണ് റൂട്ട് നോഡ്. ഇപ്പോൾ ഇതിൽ രണ്ട് അഡ്ജസൻറ്റ് നോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ബി ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ആദ്യം എ നോക്കണം, ബി നോക്കണം, എന്നിട്ട് ബിക്കും രണ്ട് എഡ്ജസ് ആണുള്ളത്, രണ്ട് വേർട്ടിസസ് ഉണ്ട്, ഡി ആൻഡ് ഇ. ആദ്യം ഞാൻ ഡിക്ക് പോകുന്നു. ഡിക്ക് പോയിട്ട് ഇനി ഡിക്ക് ചിൽഡ്രൻ ഒന്നും ഇല്ലല്ലോ, സോ ബാക്ക് ടു ബി പോകണം. ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ബി നോഡിലേക്ക് പോകണം. എന്നിട്ട് അതിൻ്റെ ചൈൽഡ് വിസിറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്യണം. ഇവിടെ ഇ വിസിറ്റ് ചെയ്തില്ല, അപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് ഇയിൽ വേറെ ചൈൽഡൊന്നും ഇല്ല, സോ ബാക്ക് ടു ബി പോകണം. എന്നിട്ട് ബിക്ക് എല്ലാം ഇപ്പോൾ വിസിറ്റായി, സോ പിന്നെയും ബാക്ക് ടു എ പോകണം. ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ദെൻ എയിൽ ബി വിസിറ്റ് ചെയ്യാത്ത ചൈൽഡാണ് സി. അപ്പോൾ എയിൽ നിന്ന് സിക്ക് വന്നു, സി വിസിറ്റ് ചെയ്തു, നമ്മൾ പ്രിൻറ്റ് ചെയ്തു. പിന്നെ സിയിൽ നിന്ന് എഫ് വരണം, എഫ് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, സോ ബാക്ക് ട്രാക്ക് ചെയ്ത് സിക്ക് പോയിട്ട് ജി പ്രിൻറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് നടക്കുന്നത്. ഫ്രം റൂട്ട് നമ്മൾ ഡെപ്ത് വരെ പോയിട്ട് എന്നിട്ട് ബാക്ക് ട്രാക്ക് ചെയ്ത് പോയി അൺവിസിറ്റഡ് നോട്ട്സൊക്കെ വിസിറ്റ് ചെയ്യും. ബാക്ക് ട്രാക്കിംഗ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് എല്ലാം വിസിറ്റഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം വിസിറ്റഡ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ നോഡിനെ ഡിലീറ്റ് ചെയ്തിട്ട് ടോപ്പ് മൈനസ് DFS നമ്മൾ സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ ആക്ച്വലി ഡിലീറ്റ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ നോഡ് അഡ്ജസൻറ്റ് ഇതെല്ലാം വിസിറ്റഡ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ നോഡിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ വേറെ നോഡിലോട്ട് പോകുന്നത്, അടുത്ത നോഡിലോട്ട്. അപ്പോൾ ബാക്ക് ട്രാക്കിങ്ങിൽ ഡെലീഷനും നടക്കും. ഇനി ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ ആദ്യം റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ചിൽഡ്രൻ അതിൻ്റെ അഡ്ജസൻറ്റ് നോഡ്സ് എല്ലാം വിസിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അഡ്ജസൻറ്റ് നോഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസൻസി ഉള്ള എല്ലാத்தைയും നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൽ ഓരോ ലെവൽ ബൈ ലെവലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ ഹൈറ്റ് വൈസ് ആയിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇത് ട്രീയിൽ. ഇനി ഗ്രാഫിൻ്റെ കേസ് എടുക്കാം. ഇതാണ് എക്സാമ്പിൾ എടുത്തിട്ടുള്ള ഗ്രാഫ്. ഇപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ ആദ്യം എ റൂട്ട് നോഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സാണ് ബി, ഡി, സി ഇതൊക്കെ. അപ്പോൾ ഇതിനെ പ്രിൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സിയിലോട്ട് പോകുന്നു. സിയിലുള്ള അഡ്ജസൻറ്റ് നോട്ട്സാണ് എ, ഡി ആൻഡ് ഇ. എ വിസിറ്റ് ചെയ്തു, ഡി വിസിറ്റ് ചെയ്തു, ഇപ്പോൾ വിസിറ്റ് ചെയ്യാത്തത് ഇ ആണ്, അപ്പോൾ വി നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് നടക്കുന്നത്. ഇനി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ എ റൂട്ട് നോഡ്, എ എന്നല്ല ഏത് നോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ അഡ്ജസൻറ്റ് നോഡിലോട്ട് പോകണം, എന്നിട്ട് അതിൻ്റെ അഡ്ജസൻറ്റ് നോഡിലോട്ട് പോകണം. അങ്ങനെ അഡ്ജസൻറ്റ് നോഡായിട്ട് എൻഡ് വരെ പോയിട്ട് അത് കഴിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ബാക്ക് ട്രാക്ക് ചെയ്ത് പോയിട്ട് വിസിറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഇനി ഈ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനെ നമ്മൾ സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിനെ നമ്മൾ ക്യൂ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതിൽ സ്റ്റാക്ക് യൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരു നോഡിനെ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസൻറ്റിൽ ഇപ്പോൾ രണ്ട് നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്ജസൻറ്റ് നോട്ട്സ് നമ്മൾ കൺസിഡർ ചെയ്ത് പോകത്തുള്ളൂ. പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് ബാക്ക് ടു ദ റൂട്ട് നോഡ് നമ്മൾ തിരിച്ച് വരണം. അതുകൊണ്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് നമ്മൾ ഒരു നോഡ് വിസിറ്റ് ചെയ്താൽ അതിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് എല്ലാം വിസിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ബാക്ക് ട്രാക്കിംഗ് വേണ്ട, അപ്പോൾ ആ നോഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് അതിൽ നമ്മൾ ക്യൂ യൂസ് ചെയ്യുന്നത്. ക്യൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് എല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റൂട്ട് നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഫ്രണ്ട് യൂസ് ചെയ്തിട്ട്. അതിനാണ് BFSൽ നമ്മൾ ക്യൂ യൂസ് ചെയ്യുന്നതും ആൻഡ് DFSൽ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നതും. ഈ ഒരു വീഡിയോയിൽ BFS ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈസിയാണ്, ഇങ്ങനെ ബ്രെഡ്ത്ത് വൈസൊക്കെ നമുക്ക് ട്രാവേഴ്സ് ചെയ്താൽ മതിയെന്ന്. ഇതെങ്ങനെ അൽഗോരിതമായിട്ട് എഴുതണം, ആൻഡ് ഓൾസോ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അൽഗോരിതമായിട്ട് എഴുതുമ്പോൾ ആദ്യം നമുക്ക് രണ്ട് ഇത് വേണം, ഒരു അറേ വേണം. അത് വിസിറ്റഡ് ആണോ അൺവിസിറ്റഡ് ആണോ എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ വേണം. പിന്നെ ഇത്
ക്യൂ ആണ്. BFSൽ നമ്മൾ ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു അറേയും കൂടി വേണം. 2 അറേയാണ് ഇതിൽ ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു നോഡിനെ എടുത്തിട്ട് റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ നോഡിനെ ക്യൂയിലോട്ട് പുഷ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ എ ആണ് റൂട്ട് നോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ എനെ ഞാൻ ക്യൂയിലോട്ട് പുഷ് ചെയ്യുന്നു. എ പുഷ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടും ഈ ഒരു പൊസിഷനിലാണ് പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു അറേ ഉണ്ട്. അറേ 0 1 2 3 ആണ്. 0ൻ്റെ കേസിൽ എ എടുക്കാം. അപ്പോൾ അതിനെ 1 ആയിട്ട് മാറ്റാം. ബാക്കിയെല്ലാം 0 ആണ്. വിസിറ്റഡ് അറേയിൽ നമ്മൾ ആദ്യം തന്നെ എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് പുഷ് ചെയ്യുന്നതിന് മാത്രം വിസിറ്റഡ് 1 ആക്കും. വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഏതൊക്കെയാണോ അത് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഓഫ് ദ റൂട്ട്. സ്റ്റോർ ദ അൺവിസിറ്റഡ് നോട്ട്സ് ഇൻ ക്യൂ ആൻഡ് മാർക്കസ് വിസിറ്റഡ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത റൂട്ട് നോഡിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് ഒക്കെ നോക്കണം. നോക്കിയിട്ട് അത് വിസിറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വിസിറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സൊക്കെ ക്യൂയിൽ പുഷ് ചെയ്തിട്ട് അതിനെ വിസിറ്റഡ് ആക്കി മാറ്റണം. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ അഡ്ജസൻറ്റ് നോട്ട്സ് ആയിട്ട് വരുന്നത് ബി, സി ആൻഡ് ഡി ആണ്. അപ്പോൾ അത് മൂന്നിനെയും ആദ്യം ചെക്ക് ചെയ്യുന്നു. ബി വിസിറ്റഡ് അല്ല, സി വിസിറ്റഡ് അല്ല, ആൻഡ് ഡി വിസിറ്റഡ് അല്ല. ഇതിൽ നമ്പർ ആൻഡ് ഇത് കൊടുത്തതുകൊണ്ടാണ് മാറിപ്പോയത്. എ 0 ആണ്, ബി 1, സി 2, ഡി 3 ആൻഡ് ഇ 4 ഇങ്ങനെ എടുക്കാം. അപ്പോൾ ബി ഫസ്റ്റ് പൊസിഷനിലുള്ളതാണ്. അത് അൺവിസിറ്റഡ് ആണ്. ഇതെല്ലാം അൺവിസിറ്റഡ് ആണ്. എ മാത്രമാണ് വിസിറ്റഡ്. അപ്പോൾ ബാക്കിയുള്ള ബി, സി, ഡി നമ്മൾ ക്യൂയിലോട്ട് പുഷ് ചെയ്യുവാണ്. ബി, സി, ഡി ഇതെല്ലാം നമ്മൾ ക്യൂയിൽ പുഷ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് ഉള്ളത് ഇതിലാണ്, റിയർ ഉള്ളത് ഇതാണ്. ക്യൂയിൽ നമ്മൾ റിയർ എൻഡിലാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലെല്ലാം ബി, സി, ഡി നമ്മൾ കറൻ്റ്ലി പുഷ് ചെയ്തതിൻ്റെ വിസിറ്റഡ് എല്ലാം 1 ആയിട്ട് മാറ്റണം. ബി മാറ്റി, സി മാറ്റി, ഡി മാറ്റി, എല്ലാം 1 ആക്കി മാറ്റി. ഇനി മാറ്റിയതിന് ശേഷം നമ്മൾ കൺസിഡർ ചെയ്ത റൂട്ട് നോഡിനെ ഡിലീറ്റ് ചെയ്യണം. ഈ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ബിക്കോസ് ഇതിൽ ബാക്ക് ട്രാക്കിംഗ് ഒന്നുമില്ല. സോ ഈ നോഡിൻ്റെ ആവശ്യമില്ല ഇനി. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഈ എനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് ബിയിലാണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് വരുമ്പോൾ നമ്മളുടെ കറൻറ്റ് റൂട്ട് നോഡ് ബി ആണ്. അപ്പോൾ ബിയുടെ അഡ്ജസൻറ്റ് നോട്ട്സ് ഒക്കെ നോക്കണം. ബിയുടെ അഡ്ജസൻറ്റ് നോട്ട്സ് എ ആൻഡ് ഡി ആണ്. അപ്പോൾ ഇത് ആദ്യം വിസിറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എ ഓൾറെഡി വിസിറ്റഡ് ആണ്, ഡി നമ്മൾ വിസിറ്റഡ് ആക്കി മാറ്റി. സോ അതിൽ ചെയ്യാവുന്നില്ല. സോ നമുക്ക് ബി ഡിലീറ്റ് ചെയ്യാം. ബി ഡിലീറ്റ് ആക്കി. അപ്പോൾ അടുത്ത ഫ്രണ്ട് സിയിലോട്ട് പോയി. ഇനി സിയുടെ അഡ്ജസൻറ്റ് നോട്ട്സ് നോക്കണം. സിയിൽ എ, ഡി ആൻഡ് ഇ ആണ് അഡ്ജസൻറ്റ് നോട്ട്സ്. ഡി ഓൾറെഡി വിസിറ്റഡ് ആണ്, ഇ അൺവിസിറ്റഡ് ആണ്. അൺവിസിറ്റഡ് ആയതുകൊണ്ട് ഡീനെ നമ്മൾ ക്യൂയിലോട്ട് പുഷ് ചെയ്യണം. എന്നിട്ട് സീനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഡിലീറ്റ് ആക്കി. ഫ്രണ്ട് ഇവിടെ വന്നു, റിയർ ഈ ഒരു പൊസിഷനിലോട്ട് പോയി. ഇനിയുള്ളത് ഡി ആണ്. ഡിയുടെ അഡ്ജസൻറ്റ് നോട്ട്സ് എല്ലാം വിസിറ്റഡ് ആണ്. ഇനി വിസിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഡി ഡിലീറ്റ് ചെയ്യാം. അടുത്ത് ഇ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഓരോന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഇത്രേ ഉള്ളൂ BFS. ഇനി ഇത് കോഡ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എങ്ങനെ പറയുക, പുഷ്, പോപ്പ് അതിനൊക്കെ സെപ്പറേറ്റ് ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോഡും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതും കൂടി ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യം #include stdio.h കൊടുത്തു. പിന്നെ #include stdlib.h കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആദ്യം തന്നെ മാക്സിമം സൈസ് 100 ആക്കി സെറ്റ് ചെയ്ത്. ഗ്ലോബലി ഒരു വേരിയബിൾ ആണ്. അതിനെ ഞാൻ #define യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. #define max 100. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഗ്ലോബലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഡിക്ലെയർ ചെയ്യണം. എനിക്കൊരു അറേ വേണം. ക്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അറേ വേണം. അതിൻ്റെ സൈസ് മാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യൂ ഓഫ് മാക്സ്. പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടും -1 ആക്കി സെറ്റ് ചെയ്തു. ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കാം. മെയിൻ ഫംഗ്ഷൻ നോക്കിയിട്ട് ബാക്കിയുള്ള സബ് ഫംഗ്ഷൻസ് നോക്കാം. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. വോയിഡ് മെയിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ 2 വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ n, സ്റ്റാർട്ട് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് വേർട്ടീസസ് അത് സ്റ്റോർ ചെയ്യാനും, സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഫ്രം വിച്ച് നോഡ് വി ഹാവ് ടു സ്റ്റാർട്ട്. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നോഡിനെ റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്യണം. സോ ആ റൂട്ട് നോഡ് ഏതാണ് എന്ന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 2D അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം സൈസ് ഞാൻ ആദ്യം ഡിക്ലെയർ ചെയ്ത ആ മാക്സ് ആണ്. എന്നിട്ട് അഡ്ജസൻറ്റ്, അതിൻ്റെ പേര് അഡ്ജസൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ADJ ഓഫ് മാക്സ്. ഇനി പ്രിൻറ്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് വേർട്ടിസസ്, സ്കാൻ ഓഫ് %d, %. യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു വേരിയബിൾ, ആ ഒരു വാല്യൂ എന്നിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനിയാണ് ഈ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുക്കുന്നത്.
ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ n ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ n ജെ പ്ലസ് പ്ലസ്. ഇത് 2D അറേയാണ്, അതുകൊണ്ട് നമുക്ക് 2 ലൂപ്പ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി പ്രിൻ്റ് ഓഫ് %d %d കൊമ ഐ കൊമ ജെ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കൊടുക്കുകയാണെങ്കിൽ A00 A01 A10 ഇങ്ങനെ പ്രിൻ്റായി വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അറേ ഫോർമാറ്റിൽ തന്നെ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. ദെൻ ഒരു അറേയിലുള്ള ആ ഒരു പൊസിഷനിലുള്ള മെട്രിക്സ് എലമെൻറ്റ് അഡ്ജസൻറ്റ് ഓഫ് ഐ ജെയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്കാൻ ഓഫ് %d ആംപ്രസൻറ്റ് ADJ ഓഫ് ഐ ജെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുത്തു. ഇനി നമ്മൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ഇൻപുട്ട് എടുക്കുകയാണ്. സ്റ്റാർട്ടിംഗ് നോഡ്, ഏത് നോഡ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതാണ് ഇൻപുട്ട് എടുക്കുന്നത്. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ആൻഡ് അതിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു വാല്യൂ ഞാൻ സ്റ്റാർട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്കാൻ ഓഫ് %d ആംപ്രസൻറ്റ് സ്റ്റാർട്ട്. ഇനി BFSനെ കോൾ ചെയ്തിട്ടുണ്ട്. BFS ഒരു ഫംഗ്ഷനാണ്, അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. BFS ഓഫ് അതിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ് n, അഡ്ജസൻസി ആ ഒരു മെട്രിക്സ്, പിന്നെ സ്റ്റാർട്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്, അഡ്ജസൻസി മെട്രിക്സ് നമ്മളിപ്പോൾ ഇൻപുട്ട് എടുത്തത്, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നോഡും കൂടി പാസ് ചെയ്യുന്നുണ്ട്. ഇനി BFS ആ ഒരു ഫംഗ്ഷനിലോട്ട് പോവാം. ഈ ഒരു ഫംഗ്ഷനിൽ വോയിഡ് BFS ഓഫ് നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. BFS ഓഫ് ഇൻറ്റ് n, ഇൻറ്റ് അഡ്ജസൻസി മെട്രിക്സ്, അതിൻ്റെ സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻറ്റ് സ്റ്റാർട്ട്. ഇത് മൂന്നാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഓർഡറിലാണോ പാസ് ചെയ്യുന്നത് ആ സെയിം ഓർഡറിൽ തന്നെ ഇവിടെയും കൊടുക്കണം, അല്ലെങ്കിൽ മാറിപ്പോവല്ല. ഇനി ഇവിടെ ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വിസിറ്റഡ് ഓഫ് മാത്സ് അങ്ങനെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് ഫുള്ള് 0 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് വിസിറ്റഡ് ഓഫ് മാത്സ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു അറേ ഈക്വൽ ടു ഇങ്ങനെ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് 0 കൊടുക്കുകയാണെങ്കിൽ, 0 അല്ല ഏതൊരു എലമെൻറ്റ് കൊടുത്താലും ആ അറേയിലുള്ള ഫുൾ എലമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതിലോട്ട് പോകും. അപ്പോൾ വിസിറ്റഡ് ഓഫ് അറേ ഞാൻ ഫുള്ള് 0 ആക്കി. ഇനി ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഓഫ് BFS ട്രാവേഴ്സൽ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്തപ്പോൾ റൂട്ട് നോഡ് ഏതാണോ അതിനെ ആദ്യം നമ്മൾ ക്യൂയിലോട്ട് ഇൻസേർട്ട് ചെയ്യണമെന്ന്. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് നോഡ് സ്റ്റാർട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് നോഡ് ഞാൻ ക്യൂയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ NQ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട് വിത്ത് പാരാമീറ്റർ സ്റ്റാർട്ട്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മളുടെ NQ ഫംഗ്ഷനിലോട്ട് പോകും. ക്യൂ ഇൻസേർഷൻ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് സെയിം ക്യൂ ഇൻസേർഷൻ ഫംഗ്ഷനാണ്. വോയിഡ് NQ ഓഫ് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു വാല്യൂ ഇതിലെടുക്കുന്നുണ്ട്. ഇഫ് റിയർ ഈക്വൽ ടു മാക്സ് മൈനസ് 1 ആണെങ്കിൽ ക്യൂ ഓവർഫ്ലോ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്രണ്ട് -1 ആണെങ്കിൽ ഫ്രണ്ടിനെ 0 ആക്കി. ദെൻ ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണോ ഉള്ളത്, അതുകൊണ്ട് കേളി ബ്രാക്കറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെ ക്യൂവിൽ സ്റ്റോർ ചെയ്യുവാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും റിയർ എൻഡിലായിരിക്കും. അപ്പോൾ ക്യൂ ഓഫ് ++ റിയർ ഈക്വൽ ടു വാല്യൂ. ഇത് നിങ്ങൾക്ക് റിയർ ++ അങ്ങനെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാല്യൂ എന്ന് കൊടുത്താലും മതി. ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. ക്യൂ ഓഫ് ++ റിയർ ഈക്വൽ ടു വാല്യൂ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം റിയറിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും. ++ റിയർ ആണ്, സോ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. എന്നിട്ട് ഇൻക്രിമെൻ്റ് ആയ ആ ഒരു പൊസിഷനിൽ നമ്മളുടെ വാല്യൂ സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ NQ ഇത്രയേ ഉള്ളൂ. നമ്മൾ NQ ഓഫ് സ്റ്റാർട്ട് കൊടുത്തപ്പോൾ നമ്മൾ പാസ് ചെയ്ത ആ ഒരു സ്റ്റാർട്ട് ക്യൂവിൽ സ്റ്റോറായി. ഇനി നമ്മൾ സ്റ്റാർട്ട് പുഷ് ചെയ്തു. ഇനി സ്റ്റാർട്ടിൻ്റെ വിസിറ്റഡ് അറേയിലുള്ള പൊസിഷൻ 1 ആക്കണം. അത് വിസിറ്റഡ് ആക്കണം, എന്നാലേ നമുക്ക് അടുത്ത് നോക്കുമ്പോൾ അത് വിസിറ്റഡ് എന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ടിൻ്റെ ആ വിസിറ്റഡ് അറേയിൽ സ്റ്റാർട്ടിൻ്റെ പൊസിഷൻ നമ്മൾ 1 ആക്കി മാറ്റി. ബാക്കിയെല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുഷ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വിസിറ്റഡ് ഓഫ് സ്റ്റാർട്ട് 1 ആക്കി. ഇനിയാണ് നമ്മളുടെ ലൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് BFS ട്രാവേഴ്സലിൻ്റെ. അപ്പോൾ ആദ്യം വൈൽ ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ. ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ മീൻസ് ആ ഒരു ക്യൂ എംപ്റ്റി ആവുന്നത് വരെ ഈ ഒരു കണ്ടീഷൻ വർക്ക് ആവും, ഈ ഒരു ബോഡി എക്സിക്യൂട്ട് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് എന്നൊരു വേരിയബിൾ എടുക്കുന്നു. ഇൻറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു DQ. അപ്പോൾ നമ്മൾ ഇൻറ്റ് കറണ്ട് ഈക്വൽ ടു DQ എന്ന് കൊടുക്കുമ്പോൾ നേരെ കൺട്രോൾ പോകുന്നത് DQ ഫംഗ്ഷനിലാണ്. DQ നമ്മൾ ക്യൂ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോകും. ഈ ഫ്രണ്ട് ഈക്വൽ ടു -1 ഓർ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ. ഫ്രണ്ട് -1 അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിൽ ക്യൂ എംപ്റ്റി ആണ്, അപ്പോൾ ഡിലീഷൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ക്യൂ അണ്ടർഫ്ലോ എന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യിച്ചിട്ട് -1 റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത കേസിൽ ക്യൂ ഓഫ് ഫ്രണ്ട് ++നെ നമ്മൾ
റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ക്യൂ ഓഫ് ഫ്രണ്ട് പ്ലസ് പ്ലസ് കൊടുക്കുമ്പോൾ നമുക്ക് റിട്ടേണിൽ പോകുന്ന വാല്യൂ ക്യൂ ഓഫ് ഫ്രണ്ട് ആയിരിക്കും. ക്യൂവിൻ്റെ ഫ്രണ്ടിൽ ഏത് എലമെൻറ്റാണോ ഉള്ളത് അതായിരിക്കും നമുക്ക് റിട്ടേണിൽ പോകുന്നത്. അത് പോയതിന് ശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. ഇത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്, പ്രീ അല്ല. നമ്മൾ റിയറിൻ്റെ കേസിൽ ഇത് പ്രീ ഇൻക്രിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇൻക്രിമെൻ്റ് ആയിട്ട് ആ വാല്യൂ നമ്മളെടുക്കും. ഇത് പോസ്റ്റാണ്. അപ്പോൾ ആദ്യം വാല്യൂ പാസ്സായിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് ഇൻക്രിമെൻ്റ് ആവത്തുള്ളൂ. അപ്പോൾ റിട്ടേൺ ക്യൂ ഓഫ് ഫ്രണ്ട് പ്ലസ് പ്ലസ് കൊടുക്കുമ്പോൾ റിട്ടേൺ ക്യൂ ഫ്രണ്ടാണ് റിട്ടേൺ ആവുന്നത്. റിട്ടേൺ ആയതിന് ശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏതാണോ അത് ഈ കറണ്ടിൽ വന്ന് സ്റ്റോർ ആവും. ഇപ്പോൾ കറണ്ടിൽ നമ്മൾ കറൻ്റ്ലി ഡിലീറ്റ് ചെയ്ത എലമെൻറ്റ് ഏതാണോ അതായിരിക്കും ഈ കറണ്ടിൽ സ്റ്റോർ ആവുന്നത്. ഇനി അതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് പ്രിൻ്റ് ആവുന്നത് റൂട്ട് നോഡായിരിക്കും. അത് പ്രിൻ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 × i = 0, i <n, i++. If adjacency matrix of current i = 1 and visited of i = 0. ഈ adjacency matrix ഒക്കെ ഓൾറെഡി പ്രിൻസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺവെയ്റ്റഡ് ഗ്രാഫ്സ് ആണെങ്കിൽ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ 2 എഡ്ജസിന് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കും, കണക്ഷൻ ഇല്ല എങ്കിൽ 0 എന്ന് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റിൻ്റെ അഡ്ജസൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ for i = 0, i <n, i++. If adjacency of current പിന്നെ i ആ ഒരു പൊസിഷൻ 1 ആണെങ്കിൽ ആ ഒരു അറയിലുള്ള ആ ഒരു പൊസിഷൻ ഇൻഡെക്സിലുള്ള വാല്യൂ 1 ആൻഡ് വിസിറ്റഡ് ഓഫ് i 0 ആണെങ്കിൽ നമ്മൾ iനെ എൻക്യൂ ചെയ്യും. എൻക്യൂ ചെയ്തിട്ട് വിസിറ്റഡ് ഓഫ് i 1 ആക്കി മാറ്റും. ഈ ഒരു ഫോർ ലൂപ്പ് i <n ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് i = 0, i = 1, i = 2, i = 3, പിന്നെ i = n-1 വരുന്നത് വരെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ആവും. ഈ വൈൽ ലൂപ്പ് എൻഡ് ആയിട്ടില്ല, ഫോർ ലൂപ്പാണ് ഇപ്പോൾ എൻഡ് ആയത്. വീണ്ടും കൺട്രോൾ വൈൽ ലൂപ്പിലോട്ട് പോകും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എഗെയിൻ DQ നടക്കും, പ്രിൻറ്റ് നടക്കും. നമ്മൾ DQ ചെയ്ത ആ ഒരു എലമെൻറ്റ് വെച്ചിട്ട് എഗെയിൻ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഈ ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് രണ്ടും എപ്പോഴാണോ എക്സിക്യൂട്ട് ആയി കഴിയുന്നത് അപ്പോൾ നമ്മളുടെ BFS ട്രാവേഴ്സൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് പ്രോബ്ലമാണ്. ആദ്യം നമ്മൾ ഒരു അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് നോഡ് ഇൻപുട്ട് എടുക്കുന്നു, അതിനെ BFS ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം. എന്നിട്ട് ആദ്യം തന്നെ ഒരു വിസിറ്റഡ് ഓഫ് array 0 എന്ന് സെറ്റ് ആക്കണം. നമ്മൾ ഫസ്റ്റ് എപ്പോഴും പുഷ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് നോഡായിരിക്കും. അപ്പോൾ അതിനെ എൻക്യൂ ചെയ്യണം, ക്യൂവിലോട്ട് സ്റ്റോർ ചെയ്യണം. ദെൻ ആ ഒരു നോഡിൻ്റെ വിസിറ്റഡ് അറയിൽ ആ ഇൻഡെക്സ് പൊസിഷനെ നമ്മൾ 1 ആക്കി മാറ്റണം. എന്നിട്ട് ആ ഒരു ക്യൂ എംപ്റ്റി ആവുന്നത് വരെ ഈ വൈൽ ലൂപ്പിലുള്ള ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിലീറ്റ് ആണ്. കറണ്ട് = DQ കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിലുള്ള എലമെൻറ്റ് ഡിലീറ്റ് ആവും. എന്നിട്ട് ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഫ്രണ്ടിലുള്ള നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റിന് അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. അത് =1 പിന്നെ വിസിറ്റഡ് ഓഫ് i = 0 ആണെങ്കിൽ അതിനെ നമ്മൾ പുഷ് ചെയ്തിട്ട് വിസിറ്റഡ് ഓഫ് i 1 ആക്കി മാറ്റും. ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വർക്കായി പോവും. പിന്നെ NQ DQ എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. കുറച്ച് നമ്മളുടെ ലോജിക് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ദെൻ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ വരച്ച് തന്നെ പഠിക്കണം. ആദ്യം ഒരു ഗ്രാഫ് എടുക്കണം. എന്നിട്ട് ഈ വൈൽ ലൂപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, i വാല്യൂ 1 ആകുമ്പോൾ 2 ആകുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ആവുമെന്ന് വരച്ച് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നെ അത് മറക്കത്തില്ല. താങ്ക് യു.